വേദിയിലിരിക്കുന്ന CMN ട്രസ്റ്റിൻ്റെ പ്രാരംഭൻ കൂടിയായിട്ടുള്ള ശ്രീ പമ്പാവാസൻ അവർകൾ, കേരളത്തിൻ്റെ അനുഗ്രഹീത കലാകാരനായിട്ടുള്ള ശ്രീ രമേശ് പിഷാരടി, ബഹുമാന്യനായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീ PT നരേന്ദ്രമേനോൻ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ഈ ചടങ്ങിൽ വെച്ച് 6 പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് അവരുടെ പുതിയ വീടിൻ്റെ താക്കോൽദാന ചടങ്ങും 12ഓളം പേർക്ക് പുതിയ വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള MOU കൈമാറ്റ ചടങ്ങും നടക്കുകയാണ്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനും ഇന്ന് ഇവിടെ വീട് ലഭ്യമാക്കുന്ന ഞങ്ങളുടെ കൂട്ടുകാരി ശ്രീ വല്ലിയുടെ സുഹൃത്തുക്കളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. എന്നെ കൂടാതെ തന്നെ വല്ലിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു 7-8 പേരിവിടെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. 2 പോലീസ് സബ് ഇൻസ്പെക്ടർമാരും പങ്കെടുക്കുന്നുണ്ട്. 2-3 മിനിറ്റാണ് പറഞ്ഞിട്ടുള്ള സമയമെങ്കിലും ഞാൻ സ്വല്പം സമയമെടുത്തിട്ട് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാതെ പോയി കഴിഞ്ഞാൽ ഈ വേദി ധന്യമാകില്ല എന്ന് ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ട വല്ലി ഞങ്ങളോടൊപ്പം കേരളത്തിൻ്റെ സാംസ്കാരിക നായകനായിരുന്നുള്ള VT ഭട്ടതിരിപ്പാട് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള ക്ലാസ്മേറ്റാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഞാൻ ആലത്തൂർ DYSP ആയിരിക്കും. ആലത്തൂർ ഇന്ന് ജില്ലാ കലോത്സവം ഏതാണ്ട് 17ഓളം വേദികൾ നടക്കുകയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ റാലികളും നടക്കുന്നതിൻ്റെ അത്രയും തിരക്കുണ്ടായിട്ട് ഞാൻ പങ്കെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഞാൻ ഇതിനു മുമ്പ് 1 മാസം മുമ്പ് ഷൊർണൂർ DYSP ആയിരിക്കുമ്പോഴാണ് ബഹുമാനിയായിട്ടുള്ള ശ്രീ പമ്പാവാസൻ അവരുടെ യാദൃശ്ചികമായിട്ട് പരിചയപ്പെടാനുള്ള ഇടയുണ്ടായത്. ആ പരിചയപ്പെടൽ ചടങ്ങ് കുറച്ച് രസകരമായിരുന്നു. അന്ന് അദ്ദേഹത്തിന് ഒരു ചെറിയ സർജറി കഴിഞ്ഞ് സംസാരിക്കാൻ വേണ്ടി സാധ്യമായിരുന്നില്ല. അപ്പോൾ ആശയവിനിമയം നടത്തുന്നത് അദ്ദേഹം ഒരു നോട്ട് പാഡിൽ ഇങ്ങനെ എഴുതും, ഞാൻ സംസാരിക്കും, അദ്ദേഹം എഴുതിക്കൊണ്ട് മറുപടി പറയും. ഈ സംസാരത്തിനിടയിലാണ് ഞങ്ങളെല്ലാവരും കൂടെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വല്ലിയുടെ കാര്യം ഓർമ്മ വരികയും ആ കാര്യം അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ വല്ലിയുടെ വീടിൻ്റെ കാര്യം പറയാൻ പ്രധാനപ്പെട്ടൊരു കാരണം, വല്ലിയുടെ ഒരു മകനുണ്ട്. വല്ലിക്ക് പാർക്കിൻസൺ രോഗമുണ്ട്. ഭർത്താവിൻ്റെ മാത്രമായിട്ടുള്ള വരുമാനത്തിലാണ് അവർ കഴിഞ്ഞു വരുന്നത്. അവരുടെ വീട്ടിൽ വെച്ചിട്ട് ഈ മകനെ ഏറ്റവും വിഷമുള്ള അണലിപ്പാമ്പ് കടിച്ചു. ഉടനെ എടുത്ത് ആശുപത്രിയിൽ പോയി. അതിനുപോലും പൈസയില്ലാതെ ഞങ്ങളെല്ലാവരും കൂടെ ബാച്ച് വെച്ച് സഹായിച്ച് ചികിത്സ വരാം. അപ്പോൾ അതിൻ്റെ അടുത്താണ് ഞങ്ങളുടെ സുഹൃത്തുക്കൾ പോയിട്ട് അവരുടെ വീട് സന്ദർശിക്കുന്നത്. വീട് ആകെ കുഴപ്പം പിടിച്ച രൂപത്തിൽ, കല്ല് മണ്ണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ രൂപത്തിൽ. ആ സന്ദർഭത്തിലാണ് ഇങ്ങനൊരു ആവശ്യം ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചത്. അപ്പോൾ അവരുടെ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില നിബന്ധനകളുണ്ട്. ആ വീടൊന്നും തന്നെ എവിടെയും പണയപ്പെടുത്താൻ വേണ്ടി പറ്റില്ല, ആധാരം ഉണ്ടായിരിക്കണം, അങ്ങനെ കുറച്ച് നിബന്ധനകളുണ്ട്. അത് വേറെ നിർമ്മിച്ചു ഉടനെ വിൽക്കാൻ വേണ്ടി പാടില്ലല്ലോ. വിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആ ഒരു സൽക്കർമ്മം പൂർത്തിയാവില്ല. അപ്പോൾ നോക്കുമ്പോൾ വീട് പണയത്തിലാണ്. 1.25 ലക്ഷം രൂപ കൊടുത്താൽ മാത്രമാണ് ബാങ്കിൽ നിന്നും ആ ആധാരം എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, ഒക്കെ എഴുതിയിട്ടാണ് ചോദിക്കുന്നത്, എത്ര രൂപ നിങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി പറ്റും ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ബാച്ച് മേറ്റ്സ് ഒരു 75,000 രൂപ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ അദ്ദേഹം എഴുതി മറുപടി തന്നു, 75,000 രൂപ ഞാനും തരാം. അങ്ങനെ 1.5 ലക്ഷമായി. വീണ്ടും ഒരു 25,000 പ്രശ്നമുണ്ട്. ഞങ്ങൾ ഉടനെ തന്നെ ബാങ്കിൽ പോയി ബാങ്ക് അധികൃതരുമായി സംസാരിച്ച് ആ 25,000 രൂപ നല്ല കർമ്മത്തിന് വേണ്ടി അവരും അവിടെ നിന്ന് എഴുതി തള്ളി ആ ആധാരം എടുത്ത് കൊടുത്തു. വളരെ സ്പീഡായിട്ട് അദ്ദേഹത്തിൻ്റെ ടീം വളരെ എഫിഷ്യൻ്റാണ്, വളരെ സ്പീഡായിട്ട്. സാധാരണ നമുക്കൊക്കെ ഒരു വീട് പണി പൂർത്തിയാക്കണമെങ്കിൽ 3 വർഷം പോലും സമയമുള്ളൂ. എനിക്ക് ഏതാണ്ട് 6-7 മാസത്തിനുള്ളിൽ ആ വീട് പണി പൂർത്തിയാക്കി ഇന്ന് ആ താക്കോൽദാന കർമ്മം ഇവിടെ നടക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് അത്യാർത്തി എനിക്ക് വന്നു. അപ്പോൾ വീണ്ടും ഞാൻ വേറൊരു ആവശ്യം ഉന്നയിച്ചു. അതും ഒരു വളരെ വളരെ പതറ്റിക്കായിട്ടുള്ള കണ്ടീഷനുള്ളൊരു ഫാമിലി. കൊപ്പം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഒരു പോക്സോ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൊപ്പത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ആ വീട്ടിൽ പോവുകയാണ്. കോളേജിൽ പഠിക്കുന്നൊരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നമായിട്ട് ബുദ്ധിമുട്ടായി, അങ്ങനെ ആ കേസ് വന്നു. അവിടെ പോയപ്പോൾ 70 വയസ്സുള്ള ഒരമ്മ, 50 വയസ്സുള്ള ഈ കുട്ടിയുടെ അമ്മ, ഇവർ മാത്രമാണ് ആ വീട്ടിലുള്ളത്. ഈ അമ്മയ്ക്ക് കിട്ടുന്ന പെൻഷൻ അന്ന് ആ കാലത്ത് മാസം 1,200 രൂപയായിരുന്നു. ഈ കുട്ടിയുടെ അമ്മ നമ്മുടെ തൊഴിലുറപ്പ് പണിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത്. നമുക്കറിയാം തൊഴിലുറപ്പ് പണിക്ക് പോയി എന്താ കിട്ടുക എന്നുള്ളത്. അന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെന്നപ്പോൾ വെട്ടുകത്തിയെടുത്ത് ഞങ്ങളെ അപമാനിക്കാനാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്ന രൂപത്തിൽ വെട്ടുകെടുത്തിയെടുത്തിട്ടാണ് പോലീസിനെ സ്വീകരിച്ചത്. SI മണികണ്ഠനൊക്കെ ആ സമയത്തോടെ കൊപ്പത്തുണ്ടായിരുന്നു.
അങ്ങനെ ആ കേസ് നോക്കുമ്പോൾ അത് SC/ST വിഭാഗത്തിൽപ്പെട്ടതായി. സ്വാഭാവികമായിട്ടും കേസ് അന്വേഷണം DYSP ഏറ്റെടുക്കുന്നത് ഞാൻ പോവുകയാണ്. ഞാൻ പോയി നോക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് സ്വല്പം മാനസിക പ്രശ്നമുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കുടുംബങ്ങളാണ് ഈ സെക്ഷൽ അസാൾട്ടിന് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെടുന്നത്. ആരും ശ്രദ്ധിക്കാനില്ല, ചോദിക്കാൻ ആങ്ങളമാരില്ല, അച്ഛനില്ല. അങ്ങനെയുള്ള കുടുംബത്തിലെ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് വിധേയമാകാറുണ്ട്. അപ്പോൾ അവരുടെ അമ്മ പറയാണ്, സാറേ ഞങ്ങൾ ഭക്ഷണം വാങ്ങിക്കാൻ പോയിട്ട് അരി വാങ്ങിക്കാൻ പോയിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ, മകൾക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസയില്ല, പെരിന്തൽമണ്ണയിലേ മരുന്ന് കിട്ടുള്ളൂ, 500 രൂപ വേണം ഒരു മാസം മരുന്നിന് പറഞ്ഞു. മരുന്ന് വാങ്ങിക്കാൻ കാശില്ല ആ കുടുംബത്തിന്. ഉടനെ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞ് അന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഈ മരുന്ന് അവർക്ക് എത്തിച്ച് കൊടുത്തു. അങ്ങനെയുള്ളൊരു കുടുംബത്തിൻ്റെ ദയനീയാവസ്ഥ പറഞ്ഞപ്പോൾ 1500 രൂപ മാസം പെൻഷൻ, 1500 രൂപ പെൻഷൻ ഇദ്ദേഹം അപ്പോൾ അവിടെ ഇരുന്നിട്ട് തന്നെ നൽകുകയും, ഞാൻ ഇന്ന് രാവിലെ വരുമ്പോൾ ആ പെൻഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പോലീസിനെ വിട്ട് അന്വേഷിച്ചപ്പോൾ അതിലും രസകരമായിട്ടുള്ള കഥ അദ്ദേഹം കൂടെ അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഈ വെട്ടുകത്തി എടുത്ത് ചാടാൻ വന്ന അതേ രക്ഷിതാക്കൾ മിനിഞ്ഞാന്ന് അവരുടെ വീട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥർ പോയപ്പോൾ വളരെ വലിയ സ്വീകരണവും ഇദ്ദേഹത്തിന് അനുഗ്രഹവും പറഞ്ഞുകൊണ്ടുള്ള നല്ല സമീപനമായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആ പെൻഷൻ തുക കഴിഞ്ഞ മാസം പോലും കൃത്യമായിട്ട് അവരുടെ കയ്യിൽ ഈ പൈസ എത്തിയിട്ടുണ്ട്. വളരെ ഡിസേർവ്ഡ് ആയിട്ടുള്ള കുടുംബം. ആ 1500 രൂപ കൊണ്ടാണ് അവരിന്ന് ഈ അവിടെ സത്യത്തിൽ ഈ മകളും ഒരു അനാഥമാക്കപ്പെട്ട ഈ കുടുംബവും ജീവിച്ചു പോകുന്നത്. അപ്പം നമ്മളൊക്കെ ദൈവവിശ്വാസികളാണ്. എങ്ങനെയാണ് നമ്മുടെ മുന്നിൽ ദൈവം അവതരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നിവിടെ താക്കോൽ ദാനം ഏറ്റുവാങ്ങുന്ന ആ കുടുംബത്തിന് ദൈവമായിട്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട പമ്പാവാസൻ അദ്ദേഹം കുടുംബമൊക്കെ അവതരിക്കുന്നത്. ആ രൂപത്തിലാണ് എല്ലാ വിശ്വാസികളും ഈ കേരളത്തിൽ പ്രവർത്തിക്കേണ്ടതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, അമ്പലങ്ങളൊക്കെ ഉണ്ട്, അമ്പലങ്ങളുടെ മുന്നിൽ പലരും പോകാറുണ്ട്, പല പ്രശ്നങ്ങളും കേൾക്കാറുണ്ട്. പക്ഷേ ഇതാണ് യഥാർത്ഥത്തിൽ ദൈവം നൽകുന്ന പ്രവർത്തനം, ദൈവം ആഗ്രഹിക്കുന്ന പ്രവർത്തനം. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഇനിയും ഇത്തരത്തിലുള്ള സത്കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആയുസ്സും അർത്ഥവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ തരത്തിലുള്ള ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.